സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്നോളജി പയനിയറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരി ഈസി ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ മൊബൈൽ ഫോൺ? ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ മൊബൈൽ ഫോൺ? ഫാദർ ഓഫ് മൊബൈൽ ഫോൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാദർ ഓഫ് മൊബൈൽ ഫോൺ എന്നറിയപ്പെടുന്നത് ആരാണ്? അറിയുന്നവർ ഹാൻഡ് റൈസ് ചെയ്യുക, നോട്ട് എഴുതുക, ഉടനെ തന്നെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ. പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, നേരത്തെ ഓക്കെ, പെൻ ഡൗൺ ചാൻസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ എഴുതിയിട്ടുള്ളത് അപർണിക എഴുതിയിട്ടുണ്ട്, അനുഗ്രഹം എഴുതിയിട്ടുണ്ട്, റിസ്മി എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ആൻസർ ശ്രീഗംഗ എഴുതിയിട്ടുണ്ടോ? ശ്രീഗംഗ എഴുതിയിട്ടുണ്ടോ? ഓക്കെ. യെസ്, ശ്രീഗംഗയും എഴുതിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. മറ്റാരും ഇല്ലല്ലോ? യെസ്, ഓക്കെ. സോ ദ കറക്റ്റ് ആൻസർ ഈസ്, ശ്രീഗംഗ ഒന്ന് പറയൂ, ആരാണ്? മാർട്ടിൻ കൂപ്പർ. യെസ്, മാർട്ടിൻ കൂപ്പർ ആണ് ഇന്ന് നമ്മളെയൊക്കെ നമുക്ക് ഗുണമോ ദോഷമോ രണ്ടും വരുത്തുന്ന ഈ പറഞ്ഞ മൊബൈൽ ഫോൺ അല്ലേ? മൊബൈൽ ഫോണോട് കൂടി ലോകത്ത് മൊത്തം വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ലേ? നിങ്ങൾ മൊബൈൽ ഫോണിന് മുമ്പുള്ള കാലത്തെ കുറിച്ച്, മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലം മക്കൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലം, ഇല്ലേ? നിങ്ങൾ ജനിക്കുന്ന ഇല്ല, മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. പ്രശോഭ് സാറും ഫസൽ സാറും നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ചെറുതായിരുന്ന കാലത്ത് മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് നമ്മൾ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെത്തുന്നത് വരെ നമ്മൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നമുക്ക് വീട്ടിലേക്ക് ഒരു എമർജൻസി ഉണ്ടായാൽ കണക്ട് ചെയ്യാൻ ഒരു വഴിയുമില്ല. അപ്പൊ നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്ന് പോയി ഒരു 3 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ വേണ്ടിയിട്ട് നമ്മൾ ഡൽഹിയിലോ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ അകത്തോ എവിടെയെങ്കിലും പോയി എന്ന് വെക്കുക, ഒരു ടൂർ പോയി എന്ന് വെക്കുക, ഊട്ടിയിലേക്കോ മൈസൂരിലേക്കോ അല്ലെങ്കിൽ മൂന്നാറിലേക്കോ നമ്മൾ പോയെന്ന് വെക്കുക. നമ്മുടെ അടുത്ത ബന്ധുക്കൾ ആർക്കെങ്കിലും അപകടം പറ്റുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെടുകയോ ചെയ്താൽ പോലും അറിയിക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അപ്പൊ 3 ദിവസം കഴിഞ്ഞ് ടൂർ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് തിരിച്ചെത്തുമ്പോഴായിരിക്കും അറിയാം വീട്ടിലെ പ്രധാനപ്പെട്ട ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ. അപ്പൊ മൊബൈൽ ഫോൺ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടായിട്ടില്ല മനുഷ്യന്, ഇല്ലേ? അതേ മൊബൈൽ ഫോൺ തന്നെ കുറെ കുട്ടികളെയും കുറെ മനുഷ്യരെയും വഴിതെറ്റിക്കുന്നുണ്ട്. അതിലെ റീൽസും ഷോർട്സും കണ്ടിരുന്ന് സമയം കളഞ്ഞ് അല്ലെ, കുറെ പേർ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നതും അതേ മൊബൈൽ ഫോൺ കൊണ്ടാണ്. അപ്പൊ ഒരേ ആയുധത്തിന് തന്നെ ഗുണമുണ്ട് ദോഷമുണ്ട്, അല്ലെ? നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിരിക്കും. യെസ്, അപ്പൊ മൊബൈൽ ഫോണിന്റെ ഒരു ഹിസ്റ്ററി നിങ്ങളൊന്ന് കണ്ടെത്തണം. മൊബൈൽ ഫോൺ ആദ്യഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? മാർട്ടിൻ കൂപ്പർ ഡിസൈൻ ചെയ്ത മൊബൈൽ ഫോൺ എങ്ങനെയായിരുന്നു? ശേഷം മൊബൈൽ ഫോൺ എങ്ങനെയായിരുന്നു? ഏറ്റവും കൂടുതൽ ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഇറക്കിയ കമ്പനി ഏതായിരുന്നു? ആ കമ്പനി ഇപ്പോൾ മൊബൈൽ ഫോൺ ഇറക്കുന്നുണ്ടോ? അവരെന്തുകൊണ്ട് ഫീൽഡ് ഔട്ട് ആയിപ്പോയി എന്നീ കാര്യങ്ങളൊന്ന് മക്കൾ കണ്ടെത്താം. ഓക്കെ, അതുപോലെ സ്മാർട്ട് ഫോൺ ആദ്യമായി ഇറക്കിയ കമ്പനി ഏതാണ്? ഇത്തരം കാര്യങ്ങൾ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കണ്ടെത്തണം. അതോടൊപ്പം മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, ഫോർ എക്സാമ്പിൾ ആൻഡ്രോയിഡ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡിന്റെ ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. കിറ്റ്കാറ്റ് എന്നൊക്കെ പേരിൽ ആൻഡ്രോയിഡിന്റെ വേർഷൻസ് ഉണ്ട്. അതുപോലെ iOS, ഇതൊക്കെ ഏതിനകത്താണ്? iOS ഏതിനകത്തെ സോഫ്റ്റ്വെയർ ആണ്? iOS ആരെങ്കിലും ഒന്ന് പറഞ്ഞ്, വെറുതെ പറഞ്ഞ് അൺമ്യൂട്ട് ചെയ്ത്. ഐഫോണുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ, ഐഫോണുമായി ബന്ധപ്പെട്ടതാണ് iOS. അതേസമയം നമ്മുടെ സാധാരണ സ്മാർട്ട് ഫോണുകളിൽ ഏതാണ്? ആൻഡ്രോയിഡ്, അല്ലെ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും മക്കള് അന്വേഷിച്ച് പഠിക്കണം. ChatGPT ചോദിച്ചാൽ എല്ലാം കിട്ടും. ഇപ്പൊ കുറെ റിസർച്ച് ചെയ്യേണ്ട കാര്യമില്ല, അല്ലേ? യെസ്, നിങ്ങൾ വലിയ സൂത്രക്കാരാണ്. ഇപ്പൊ ChatGPT ഉണ്ടല്ലോ എന്തിനും ഏതിനും, അല്ലേ? യെസ്, ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ.